നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് 9 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ്. 9 കമ്പനികളിൽ ഇൻഫോസിസ്, ഡെലോയിറ്റ് പോലെയുള്ള ടോപ്പ് കമ്പനികളിലെ വരെ അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കമ്പനികളിലെ അവസരങ്ങളും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 2024-ലും 2025-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർ മാത്രമല്ല, 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് പോലും 3 കമ്പനികളിലെ അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിവിധ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന 9 കമ്പനികളിലെ ഈ അവസരങ്ങൾ ഇത് മനസ്സിലാക്കുവാൻ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ ഡിജിലന്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാലക്കാടുള്ള ഒരു കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. അതവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവർ 2 തസ്തികകളിലേക്ക് ഹയറിങ് നടത്തുന്നുണ്ട്. എഞ്ചിനീയർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഈ ഒരു തസ്തികയിലേക്ക് ബിടെക് ഡിപ്ലോമക്കാർ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ, അത് 2023-ലും 2024-ലും 2025-ലും ഒക്കെ കഴിഞ്ഞവരെ ഹയർ ചെയ്യുന്നുണ്ട്. PLC, സ്കാഡ പ്രോഗ്രാമിംഗ് ഒക്കെ ട്രെയിൻഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ തന്നെ മറ്റൊരു വേക്കൻസിയും കൂടി ഉണ്ട്, HMI സ്ക്വാഡ ഡെവലപ്പർ ഫ്രഷർ. അവിടെ ഉള്ള റിക്വയർമെന്റ് എനി ഗ്രാജുവേറ്റ്, എനി സയൻസ് ഗ്രാജുവേറ്റ്, പ്രത്യേകിച്ച് BSc അല്ലെങ്കിൽ MSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രിയോ PG ഒക്കെ കഴിഞ്ഞവർക്ക് ഈ രണ്ടാമത്തെ HMI സ്കാഡ ഡെവലപ്പർ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ തസ്തികയിലേക്ക് എഞ്ചിനീയർ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ BTech അല്ലെ ഡിപ്ലോമ, അത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അപ്പോൾ ഈ വേക്കൻസികളുടെ എല്ലാം വിവരങ്ങൾ jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് അതായത് കമ്പനികളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലും ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇനി അടുത്ത അവസരം പോപ്പുലർ വെഹിക്കിൾസിലാണ്. നമുക്കറിയാം കൂട്ടുകാരൻ ഗ്രൂപ്പ്, അതായത് കേരളത്തിലെ മിക്കവാറും വാഹനങ്ങളുടെ ഒക്കെ ഡീലർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കൂട്ടുകാരൻ അല്ലെ പോപ്പുലർ വെഹിക്കിൾസ്. അവര് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി, അതേപോലെ റിലേഷൻഷിപ്പ് മാനേജർ ട്രെയിനി, ഈ 2 തസ്തികകളിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാനേജർ ട്രെയിനി തസ്തികയിലേക്ക് ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ PGയോ കഴിഞ്ഞ ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി തസ്തികയിലേക്കാണ് BTech, അത് ഓട്ടോമൊബൈലിൽ അല്ലെ മെക്കാനിക്കലില്, ഇലക്ട്രിക്കലില്, അത് 2023, 24, 25 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. അട്രാക്റ്റീവ് സാലറി, അതേപോലെ ESI, PF, ഇൻസെൻറ്റീവ്സ്, ഇങ്ങനെയുള്ള അട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കൂട്ടുകാരൻ ഗ്രൂപ്പിലേക്ക് 2 തസ്തികയിലേക്ക്, ഒന്ന് എഞ്ചിനീയേഴ്സിന്, മറ്റേത് എനി ഡിഗ്രി PGക്കാരെ ഹയർ ചെയ്യുന്ന 2 അവസരങ്ങളാണ് സൂചിപ്പിച്ചത്. ഇനി ഡെലോയിറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ടോപ്പ് ബിഗ് 4 എന്നറിയപ്പെടുന്ന 4 കൺസൾട്ടൻസികളുണ്ട്. EY, KPMG, ഡെലോയിറ്റ്, PwC, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്. അല്ലെ ഡെലോയിറ്റിലേക്കുള്ള ഒരു ഹയറിങ്, ഡെലോയിറ്റിലേക്ക് നല്ല പാക്കേജ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കോളേജിലെ MCOMകാരെ ഇപ്പം ഡെലോയിറ്റ് ഹയർ ചെയ്തു. 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നു. അവരുടെ പാക്കേജ് 7.5 lakh പെർ ആനം എന്നുള്ളതാണ്. അങ്ങനെ നല്ല പാക്കേജ് ഒക്കെയുള്ള ഒരു കമ്പനിയാണ് ഡെലോയിറ്റ്. ഡെലോയിറ്റ് MCOMകാരുടെ ഒരു ഹയറിങ് വീണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2026-ൽ പാസ് ഔട്ട് ആകുന്ന MCOMകാർക്കായിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അവരുടെ ടാക്സ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടാണ്. ഹൈദരാബാദ് ലൊക്കേഷനിലായിരിക്കും, ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഡെലോയിറ്റിൻ്റെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന MCOMകാർക്കുള്ള അവസരമാണ്. വീണ്ടും ഞാൻ 2026-കാർക്ക് ഒരവസരം കൂടി ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് 3 IT കമ്പനികളിലൊന്നാണ് ഇൻഫോസിസ് എന്നുള്ളത്. ഇൻഫോസിസിൻ്റെയും വിപ്രോയുടെയും TCSൻ്റെയും ഒക്കെ റിക്രൂട്ട്മെന്റ് അടുത്ത കാലത്ത് കുറവാണ്. എന്നാൽ ഇൻഫോസിസ് ഇപ്പോൾ 2026 ബാച്ചിന് 2 റിക്രൂട്ട്മെന്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് BSc, BCAക്കാരുടെയൊക്കെ ഹയറിംഗ് ആണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹയറിംഗ്, പ്രത്യേകിച്ച് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ യൂണിവേഴ്സിറ്റിയായ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അവരുടെ ഇന്റേൺഷിപ്പ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ല് ഈ ഇൻഫോസിസിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 6 തൊട്ട് 8 വരെയുള്ള ദിവസങ്ങളിൽ, നവംബറിൽ തിരുവനന്തപുരം, കൊല്ലം ലൊക്കേഷനിൽ വെച്ച് നടക്കുന്നുണ്ട്. 10 മുതൽ 12 വരെയുള്ള തീയതികളിൽ കൊച്ചി ലൊക്കേഷനിൽ വെച്ചും നടക്കുന്നുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർ, പ്രത്യേകിച്ച് BTech, ME, MTech, MCA, MSc, MScയിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം.
ഇതിനെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഹയറിംഗ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് എഞ്ചിനീയറിംഗിൻ്റെ ഹയറിംഗ്, BSc BCA ഹയറിംഗ് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം. എന്നാൽ ഈ എഞ്ചിനീയറിംഗ് ഹയറിംഗ് ഫീമെയിൽസിന് മാത്രമാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. നവംബർ 2-ാം തീയതിക്ക് മുമ്പായിട്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ശ്രീധന്യ ഹോംസ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അവരൊരു ഹയറിംഗ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇന്റേൺ, ഈ 2 തസ്തികകളിൽ ഹയറിംഗ് നടക്കുന്നുണ്ട്. ജൂനിയർ സൈറ്റ് എഞ്ചിനീയർ ആകുമ്പോഴത്തേന് മിനിമം 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് വേണം. എഞ്ചിനീയർ ഇന്റേൺ ഈ ഒരു തസ്തികയിലാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? BTech അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. തൃശ്ശൂരായിരിക്കും വർക്ക് ലൊക്കേഷൻ. 5-ാം തീയതി നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ലൂർദ് മാതാ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ പ്ലേസ്മെന്റ് സെല്ലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഡിഗ്രിക്കാർക്കുള്ള മറ്റൊരു അവസരം അത് അസറ്റ് ഹോംസിലാണ്. നാം അറിയുന്ന പോലെ ഈ പൃഥ്വിരാജൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അസറ്റ് ഹോംസ്. അവർ സെയിൽസ് ട്രെയിനീസ് എന്ന തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിലൊക്കെ ഡിഗ്രി കഴിഞ്ഞാൽ ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. മിക്കവാറും കേരളത്തിലെ എല്ലാ ലൊക്കേഷനുകളിലും വേക്കൻസികളുണ്ട്. ദുബായിലും അവസരമുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കൊച്ചി, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ 10 ജില്ലകളിൽ അവസരങ്ങളുണ്ട്. കൂടാതെ ദുബായിലും അവസരങ്ങളുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ഫ്രഷേഴ്സിനായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക സെയിൽസ് ട്രെയിനി തസ്തികയിലേക്ക്. അപ്പോൾ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് അസറ്റ് എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് VVDN ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി, ഇതൊരു പ്രീമിയം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. എന്താ VVDN കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. US-ലൊക്കെ പ്രവർത്തനങ്ങളുള്ള, ഇന്ത്യയിലും ഒക്കെ പ്രവർത്തനങ്ങളുള്ള ഒരു വലിയ കമ്പനിയാണ്. 3000-ലധികം സ്റ്റാഫ്, മാനുഫാക്ചറിങ് സ്ട്രെങ്ത് തന്നെ 3000-ലധികം ഉണ്ട്. ടീം സ്ട്രെങ്ത് ഏതാണ്ട് 10,000-ലധികം ഉള്ള ഒരു വലിയ കമ്പനിയാണ്. അപ്പോൾ ഇവർ ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും ട്രെയിനി എഞ്ചിനീയർ ഹാർഡ്വെയർ. ഈ തസ്തികയിലേക്ക് BTech പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 2024-25 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വെർച്വലായിട്ടും ഫേസ് ടു ഫേസ് ആയിട്ടൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും സെലക്ഷന്. സാലറി പ്രൊബേഷൻ പീരീഡ് 3.2 lakh പെർ ആനം ആണ്. അത് കഴിഞ്ഞ് 4 lakh പെർ ആനം ആയിരിക്കും. 3 year സർവീസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. കൊച്ചി ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. ഇനി DSP അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എഞ്ചിനീയർ, ഈ ഒരു തസ്തികയിലേക്കും ഹയർ ചെയ്യുന്നുണ്ട്. ഇവിടെയും BTech ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ. 2024-25 വർഷങ്ങളിൽ കഴിഞ്ഞവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. കൊച്ചിയാണ് വർക്ക് ലൊക്കേഷൻ. മോഡ് ഓഫ് ഇൻ്റർവ്യൂ ഒക്കെ സിമിലർ ആണ്. 3 year സർവീസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഇവിടെയും CTC 3.2 പ്രൊബേഷൻ ടൈമിൽ, പിന്നെ 4 lakh പെർ ആനം എന്നുള്ളതായിരിക്കും. നവംബർ 3-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഗൂഗിൾ ഷീറ്റൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ VVDN ടെക്നോളജിയിൽ ലഭ്യമായിരിക്കുന്ന ഒരവസരമാണ് സൂചിപ്പിച്ചത്. ഇനി അടുത്തൊരവസരം, ഇത് 2026-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുള്ള ഒരു അവസരമാണ്. അമൂറ ഹെൽത്ത്, അവർ ഹെൽത്ത് കോച്ച് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക്, ജൂനിയർ ഹെൽത്ത് കോച്ച് എന്ന് പറഞ്ഞൊരു തസ്തികയിലേക്ക് ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 3.65 lakh പെർ ആനം വരെ CTC കോസ്റ്റ് കമ്പനിയുള്ള അവസരങ്ങളാണ്. റൊട്ടേഷൻ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യണം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നോക്കുക. FARM-D, BDS, BSc, MSc ഇൻ ലൈഫ് സയൻസസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അപ്ലൈഡ് മൈക്രോബയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, മെഡിക്കൽ മൈക്രോബയോളജി, ഹ്യൂമൻ ജെനറ്റിക്സ്, ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി, അല്ലെ മോളിക്കുലർ ആൻഡ് സെല്ലുലാർ ബയോളജി, BPharm, MPharm, BTech, MTech ഇൻ ബയോടെക്നോളജി, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം. ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കണം. ജോലിയുടെ ഒരു സ്വഭാവം, ജൂനിയർ ഹെൽത്ത് കോച്ചിൻ്റെ റോള് എന്തായിരിക്കും എന്നൊക്കെയുള്ളത്. അതായത് ഇവരുടെ നല്ല ഹൈ സെലിബ്രിറ്റി ക്ലയൻസ് ഒക്കെയാണ് ഇവർക്ക്. അപ്പോൾ അവർക്കൊക്കെ വേണ്ട ഹെൽത്ത് കോച്ചിങ് നൽകുവാണ്. ജോലിയുടെ ഒരു സ്വഭാവം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന SB കോളേജ് ചങ്ങനാശ്ശേരി, അവരുടെ പ്ലേസ്മെൻറ്റ് ഡിവിഷനാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് 2 ഗൂഗിൾ ഷീറ്റ് ഉണ്ട്. ഒരു ഷീറ്റ് ഇതാണ്. ഇതൊക്കെ വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനിയും ഒരവസരം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്നത്
ഗവൺമെൻറ് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഇവരെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു അവസരമാണ്. ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ ഈ ഒരു തസ്തികയിലേക്കാണ്. ഇന്ത്യയിൽ ആകമാനം ഒഴിവുകളുണ്ട്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 16-17 ഒഴിവുകളുണ്ട്. മിക്കവാറും ഇത്രയും ജില്ലകളിൽ ആലപ്പുഴ, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട, തൃശ്ശൂർ, തിരുവനന്തപുരം, വയനാട് ഇത്രയും ജില്ലകളിൽ അവസരങ്ങളുണ്ട്. 17 നവംബർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇവിടുത്തെ വേക്കൻസി ആധാർ ഓപ്പറേറ്റർ അല്ലെ സൂപ്പർവൈസർ ഇൻ ആധാർ സേവ കേന്ദ്ര. ഈ ആധാർ സേവാ കേന്ദ്രയിലേക്കാണ് ഈ ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇ ഗവേണൻസ് സർവീസസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലായിരിക്കും വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ 12th അല്ലെങ്കിൽ 2 years ITI, 10ാം ക്ലാസ് കഴിഞ്ഞ് 2 years ITI, അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് 3 year പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒരു കാര്യം കൂടി ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ആധാർ ഓപ്പറേറ്റർ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ടെസ്റ്റിംഗ് ആൻഡ് സർട്ടിഫൈങ് ഏജൻസി ഓതറൈസ്ഡ് ബൈ UIDAI. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലും കാണേണ്ടതായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ വന്നിട്ട് ആ ഡീറ്റെയിൽസ് നോക്കി വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിന് ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി അതായത് കമ്പനികളുടെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ ഞങ്ങൾക്ക് നേരുന്നു. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.